നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് UDF ഇങ്ങനെ ഈ ദുരന്തം ഉണ്ടാകുന്നത്? കാരണം നിങ്ങളുടെ താഴെ തട്ടിലെ നിങ്ങളുടെ പ്രവർത്തകർ, നേതാക്കൾ എന്നിവർ നിങ്ങളുടെ രാഷ്ട്രീയ ആശയത്തെ ഉറച്ചു മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരല്ലേ? ഒരു വലിയ പോരാട്ടം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്നതിൻ്റെ ഭാഗമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് 7-7 പിടിച്ചിട്ട് അവസാനം ലെഫ്റ്റ് ഭരിച്ചോട്ടെ എന്ന് ഒരു മുസ്ലിം ലീഗ് സ്വതന്ത്രൻ തീരുമാനിക്കുകയാണ്. ഇവിടെ മുസ്ലിം ലീഗുകാർ നിങ്ങൾ ഫേസ്ബുക്കിൽ പോയി നോക്ക്, സർക്കാരിനെ വീഴ്ത്താൻ, പിണറായി വിജയനെ വീഴ്ത്താൻ വലിയ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഒരു ലീഗ് സ്വതന്ത്രൻ എന്ത് ചെയ്യുന്നത്? പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പാർട്ടി തന്നെ അധികാരത്തിൽ ഇരുന്നോട്ടെ എന്ന് തീരുമാനിച്ച് പിന്തുണ മറിച്ചു കൊടുക്കുന്നത്. എവിടെയാണ് ഇവരുടെ രാഷ്ട്രീയ ഉറപ്പ് എന്ന് പറയുന്ന സംഗതി? മറ്റത്തൂരിലെ കോൺഗ്രസ്സുകാർ എന്താ ചെയ്തത്? BJP-യുമായിട്ട് ചേർന്നിട്ടായാലും CPM മാറ്റി നിർത്തണം എന്ന് തീരുമാനം എടുക്കുകയാണ്. അവിടെ 2 താല്പര്യക്കാരാണുള്ളത്, ഒന്ന് BJP, ഒന്ന് കോൺഗ്രസ്. 2 പേർക്കും CPM മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒരുമിക്കാമെന്ന് തീരുമാനിക്കുകയാണ്, ആരോടും ചോദിക്കാതെ. രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പാവം പിടിച്ച മനുഷ്യൻ വെച്ച് നടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ BJP-യോട് കൂട്ടുകൂടിയിട്ടായാലും വേണ്ടില്ല, CPM തോൽപ്പിക്കണം. എന്താ പ്രശ്നം അറിയാവും? പിണറായി വിജയനെ അങ്ങോട്ട് തോൽപ്പിക്കണം. അതിനാരെയും കൂട്ടുകൂടാമെന്ന് വിചാരിക്കുന്ന ലോക്കൽ നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ടാവുകയാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ തന്നെ രംഗത്ത് വരുന്ന വേറെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം രാഷ്ട്രീയമായ ഉറപ്പില്ലായ്മ എന്ന് പറയുന്നത് താഴെ തട്ടിലെ UDF-കാരുടെ പ്രശ്നമാണ്. ഓഫ് കോഴ്സ് ഒരു കാര്യം കാണണം, എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിലുള്ള കൂറുമാറ്റങ്ങൾ, അട്ടിമറികൾ, എന്താ പറയുന്നത്, കൗതുകം ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ എല്ലായിടത്തും നടക്കും. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നിയമസഭാ ഇലക്ഷന് മുമ്പുള്ള ഏറ്റവും വാശിയേറിയ പോരാട്ടമാണ്. CPIM പോലൊരു പാർട്ടിക്ക് ഇനി അധികാരത്തിൻ്റെ ഇടങ്ങൾ ബാക്കിയുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് 2 തവണ അധികാരത്തിന് പുറത്തിരുന്ന ഒരു പാർട്ടിക്ക് തിരിച്ചുവരവിൻ്റെ സാധ്യതയുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിലേക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഇലക്ഷനാണ് ഇനി വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മത്സരത്തിൽ ഈ വക കളിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടി നേതൃത്വം മനസ്സിലാക്കേണ്ടത് താഴെത്തട്ടുള്ള മനുഷ്യന്മാർക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഗ്രിപ്പും രാഷ്ട്രീയമായ ഉറപ്പൊന്നുമില്ല. അവരെന്ത് ചീഞ്ഞ കളിക്കുന്നവരായിട്ടുള്ള ആൾക്കാരാണ് എന്ന നിലയ്ക്കുള്ള അപകടം മനസ്സിലാക്കാനും ഇടപെടാനും കഴിയേണ്ടതുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന്. ലീഗ് പോലും ആലോചിക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ എന്താണ്, CPM പർച്ചേസ് ചെയ്തു, അവിടെയും അല്ലെങ്കിൽ CPM പിടിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ ഇരവാദം മുഴക്കാണ്. അത് മാത്രമൊന്നുമല്ല, എന്തുകൊണ്ട് ഉറപ്പിച്ച് നിങ്ങളുടെ കൂടെ ആൾ നിൽക്കുന്നില്ല എന്ന് പറയാനുള്ള ബാധ്യത ഈ ലീഗിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ട്. മറ്റത്തൂരിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും മറ്റത്തൂരിൽ BJP-യുടെ കൂടെ ചേരാൻ അവിടുത്തെ കൗൺസിലർമാർ ഒന്നടങ്കം തീരുമാനിക്കുന്നു. അതിനവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നു. ചെറിയ കാര്യമല്ല അത്. എന്നിട്ട് BJP, കാരണം എന്താണ്, BJP-ക്ക് ഇവരെ പിന്തുണയ്ക്കാൻ പറ്റില്ല, ഇവർ കോൺഗ്രസ്സാണ്. BJP-കാരാണ്, നിങ്ങൾ ഇങ്ങോട്ട് രാജിവെച്ച് വരികയാണെങ്കിൽ നിങ്ങളെ പിന്തുണയ്ക്കാം. BJP-കാർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ 4 BJP-കാർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ 8 കോൺഗ്രസ്സുകാരെ കൊണ്ട് രാജിവെക്കുകയാണ്. എന്നിട്ട് കോൺഗ്രസ് പറയുന്ന വർത്തമാനം എന്ന് പറയുന്നത് വേറെ എന്താണ്?